ഓം നഗരജമായി നമ്മൾ നാഗദേവി തൊടാത്ത കരയത് ഇതിന്റെ കൂടി ഇങ്ങോട്ട് വന്നു മോളെ പേടിക്കരുത് നീ ഓടിക്കളയാ പേരൊക്കെയാണെങ്കിൽ എടുത്ത് കൊടുക്കുക തലേന്ന് പേരൊക്കെ ചൊറിഞ്ഞൊക്കെ തരുമോ എടാ അവന് മാല മതി കേട്ടാ കടിച്ചാ മാളൂനെ നമ്മൾ മാളൂ നല്ല വിളിക്കാവുന്നത് പാമ്പാട്ടി മാളൂ എന്ന് വിളിക്കണം മാളു പാമ്പിന്റെ അടുത്തമ്മ ഒറിജിനൽ പമ്പ് മറ്റേ ശിവനെ പോലെ അവളിങ്ങനെ വച്ച അത് ഉമ്മ ഉമ്മയൊക്കെ വെച്ച് അജി ഉമ്മ വെച്ചാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫാമിലി വ്ലോഗ്. അപ്പൊ ഇന്ന് ന്യൂ ഇയർ പ്രമാണിച്ച് പുറത്തൊന്നും പോകേണ്ടി പറ്റൂല, കാരണം പ്രഗ്നൻസിയുടെ ഇത് കാരണം. നമ്മള് ട്രാവലത്തിൽ തന്നെ ഒരു ഫാം ഉണ്ട്, പോപ്പുലർ ഫാം ഹൗസ്. പോപ്പുലർ ഫാം ഹൗസ് എന്ന് പറയും. അവിടെ എന്താണെന്ന് എനിക്ക് അറിയണ്ട, പോയി നോക്കാം. അതിന് അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ. കമേൻ അത് ഷാർക്കടാ, അല്ല അലിഗേറ്റർ. ഇതാണ് 7 നോസ് ക്യാറ്റ് ഫിഷ്, അരാപ്പാമ്പ്, നൈഫ് ഫിഷ്. കൂടുതൽ ഇവരെ ആമസോൺ റിവറിൽ കണ്ടുവരാം. കൈ കടിച്ചത് അതൊരു ബേസിക് കളർ ഒന്നല്ല, അത് തന്നെ ഒരു 3. അത് കുഞ്ഞിനാണെങ്കിൽ ഒരു 2 വരും. അവിടെ തന്നെ ഉള്ളു ട്രെയിനിങ്. ഉറങ്ങട്ടോ, ഇതാണ് ഫെരിച്ച്. ഇവന് 21 മണിക്കൂർ ഉറക്കോ. അതിനെ ഉറങ്ങി കിടക്കുക, ഉറക്കോ കഴിക്കുന്നില്ല. അത് കയ്പ് എണിച്ചാൽ പോലും 10 ഉണ്ട് വേണ്ടി വേണം ഉറങ്ങും. നമുക്ക് ഉറങ്ങിയാൽ ഉറങ്ങി. പെട്ടെന്ന് 21 മണി ഉറങ്ങാം. ഡേഞ്ചറാണ്. ഞാൻ റൈനായിക്കുവാണ്, ഇയാൾ ബസ്സിലാണ്. അതാണ് മീർ ക്യാറ്റ്. അവൻ നീ പൂച്ചയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പൂച്ചയാണെന്ന്. പൂച്ചയാണ് സയന്റിഫിക് നെയിം. അല്ല അത് ഇഗ്വാനയുടെ വേറെ. ഞാൻ ആദ്യത്തെ ഇഗ്വാനെ കണ്ടില്ല. വളരെ സുഖം തന്നെ നിനക്ക്. വെജിറ്റേറിയൻ ആണല്ലോ അവരൊക്കെ. എനിക്ക് പാമ്പ് എവിടെയാണ് വന്നത്? നിന്റെ അതേ കോണം വന്നിട്ടുണ്ട്. സെയിം മാളും അടുത്ത് ദേഹത്ത് വെക്കുന്നതായിരിക്കും.
ഇവിടെ അതല്ല. പാമ്പില്ലേ? ഇത് കടിക്കണ പാമ്പന്നെ. കിങ് സ്നേക്ക്, മെക്സിക്കൻ കിങ് സ്നേക്ക്. കുഞ്ഞില്ലേ 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 ഇടയിൽ വെക്കണ എലി കിടക്കണ. ചെയ്യാൻ പറ്റുമല്ലോ. ഇതായിരിക്കണം ഇത്രയൊക്കെ ചെറിയ കുഞ്ഞില്ലേ ഇരിക്കണോ? ഇതിൻ്റെ അകത്തില്ലേ ഇതായിരിക്കണം പച്ച ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. ഗ്രീൻ ട്രീ ഇരിക്കണേ പൈത്തൺ. ഇതിൻ്റെ അകത്തില്ലേടാ ഇതോ ഇരിക്കുന്നു അറിയാൻ പറ്റാത്ത ഇത് ഇഗ്വാനയാണ് കേട്ടോ. ബ്ലൂ ഇഗ്വാന. പാമ്പ് നാഗരാജാവേ ജസ്റ്റ് തൊട്ടോ ഇങ്ങനെയൊക്കെ പോണേ നാഗരാജാവേ. ഓം നാഗരാജാവായി നമ്മള് നാഗദേവി തൊടാത്ത ഇതിന്റെ കൂടെ ഇങ്ങോട്ട് വന്നേ. വേണ്ട ആ തലയിലൊന്ന് മാറ്റം ഒന്ന് വരും. ഇത് ചെയ്യത്തില്ല, ഇത് വളർത്തുന്നതാണ്. ഇത് നാഗരാജാവൊന്നുമില്ല. നിങ്ങൾ തൊട്ട് നോക്കിയല്ലേ അറിയാമോ? നാട്ടതൊന്നും ചെയ്യത്തില്ല. ഇങ്ങനെ ടെൻഷൻ ആണെന്ന് എന്തിനാണ്? നമ്മളെ പണ്ടുള്ളവര് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ മോളെ പേടിക്കരുത്, കരയരുത്. കണ്ണൊക്കെ പറഞ്ഞു നീ ഓടിക്കളയല്ലേ. എനിക്ക് വെക്കല്ല ചേട്ടാ പ്ലീസ്. ഞാൻ കാറ് പിടിക്കാം. ഇത്രയും പേടിയാ? ഓ പക്ഷെ വീട്ടില് 4 പട്ടിക്കുട്ടിയുള്ളതാണ്. ഞാൻ തന്നെ നാഗരാജാവേ ഈ ദിവസം ഒരു കസ്റ്റമർ വന്ന് ഞാൻ തിട്ട് കൊടുത്തപ്പോ രാമായണം ഒന്നും ചെയ്യില്ല. ശിവനെ പോലെ നീ ഉണ്ടടി. ഇത് വെജിറ്റേറിയൻ നോൺ വെജ് ആണ്. ഇത് വളർത്തുന്ന എലികളാണ്. നോൺ വെജ് തന്നെ. കയ്യിൽ പിടിച്ചോ. അപ്പൊ അവളെ പേടി വന്നു. ഇത്രേ ഉള്ളൂ. നിന്റെ പേടി വേണ്ടേ? പേടി വേണ്ടെങ്കിൽ പേടി മാറ്റാം. തല ഞാൻ പിടിക്കാം, അത് കിടന്ന് പിടിക്കും. തല പാവ ഞാൻ പിടിച്ചേക്കാം. അത് മാറ്റാത്. അയ്യേ നമ്മൾ പണ്ടുള്ളൂ. ഒരു കണ്ട് അവളെടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ടോ ബി പി കുടിക്കാൻ കഴിഞ്ഞാൽ ബി പി എന്റെ എനിക്ക് ബി പി ആള് അനങ്ങളില്ല. അതിന് പേരല്ലോ ഉണ്ടോ? ഇല്ലല്ലേ, പേരൊന്നും ഇല്ലല്ലേ. ഇതിന്റെ പേര് സൗത്ത് ആഫ്രിക്കൻ റോയൽ കോൺ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഈജിപ്തിക്ക് ക്ലിയോപാട്ര വളർത്തിക്കൊണ്ടിരുന്ന സ്നേക്ക് കഴിക്കുന്നത്. ഓ നീ ഇത് പ്രാർത്ഥിച്ചിട്ടിങ്ങനെ ഒന്നും ചെയ്തില്ല. നീ മേടിച്ചില്ലേ? നീ ഇവിടെ ഇരുന്നോ, നമ്മൾ പോയി തരാം. ഫുള്ള് പാമ്പാണ്. അതിനെക്കൊണ്ട് സൈസുണ്ട്. അതിനെക്കൊണ്ട് താഴെ കാണുന്നില്ല. ഇഷ്ടപ്പെട്ട നാഗരാജാവേ നാഗരാജാവേ പേടിയിലൊന്നും വേണം. ബാഗിനകത്ത് കയറി പോവൂ, നമ്മളെ പേടിപ്പിക്കുന്നത്.
നീ കിടക്കുന്നുണ്ട് എന്ത് ചെയ്യും തൊലിയൊക്കെ ഉള്ളതോ ഒരു വലുതാണ് ഇത് കുറച്ചും കൂടെ ഇത്രയേ ഉള്ളൂ ഇത് 4 feet ഉണ്ട് മാക്സിമം 5 feet ഉണ്ട് 5 feet വായൊക്കെ ഫോട്ടോ ആയിട്ടോ അത് എടാ അതെനിക്ക് തോന്നുന്നു ആ എലീനെ കണ്ടിട്ട് വിശക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെ കടിക്കൊന്നുമില്ലല്ലോ, ജസ്റ്റ് വിഴുങ്ങിയല്ലേ ഉള്ളൂ അങ്ങനത്തെ. നമ്മളെ കടിക്കുക അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നില്ല, ഇത് അതിന്റെ ഫുഡ് മാത്രമേ. അല്ല അവ ഇത് കടിക്കണ ഇവിടെ അത് മറ്റേ വലിയ ഡേഞ്ചർ ഉണ്ട് അവര്. അത് എന്ത് പേര് മറ്റേ ഇവിടെ അത് വാങ്ങണം കേട്ടോ. എനിക്ക് അതിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിന് 2 പേര് വാങ്ങണം. ഈ വീട്ടിൽ ആരും കിടക്കണം. നീത്തി പറഞ്ഞ് പേടിപ്പിക്കാതെ അവളെ കൈ വെച്ച്. ഇപ്പോഴും ചിരി വരുന്നതാണ്. പേടിക്കണം പറയട്ടെ. പേരിട്ടാൽ ചെവിയൊന്നും ഓ ഇല്ല, അത് അടുത്ത പ്രാവശ്യം അമ്മയും കൊണ്ടുവരാം. അമ്മ ഇവിടെ എന്നെക്കാളും പേടിച്ചിട്ടില്ല. ചേച്ചിക്ക് പേടി, അനിയത്തിക്ക് പേടി. വേണ്ട എനിക്കല്ല, നമുക്ക് അടുത്തത് കേട്ടോ. ചേട്ടൻ നോക്കണില്ല കേട്ടോ, അവസാനം നമ്മള് കുത്തനെ പറയില്ല. ഇങ്ങനെ പിടിച്ചേക്കാം, ഈ ബാക്കി ഭാഗം പിടിച്ചോ, അതിൽ വെച്ചോ, അതിലിട്ട് എങ്ങോട്ട് വരാം. നീ തറയിടലൊന്നും ചെയ്യില്ല കേട്ടാ. തരൂല, തല ഞാൻ അമ്മ തറയിലൊന്നും ഇട്ടതല്ലേ. കുഴപ്പമില്ല, എനിക്ക് ധൈര്യം ഉണ്ടല്ലോ. ഇതെന്താ പഴം മേടിച്ച് വീട്ടിലോ ഒറ്റ മനുഷ്യന് കയറില്ല. ഇതതിന്റെ അത് വേറെ താഴെ ആ വെള്ളത്തിൽ ഇതും വേറെയാണ്. അത് കൊളംബിയ റട്ടയിൽ പോകാൻ പറയുന്നത്. നടി കൊച്ചെടുക്കല്ലേ ഒരു പിടിച്ചാൽ അതിനാണ് പിടിച്ചു. ഇത് അതിന്റെ ആണോ? അല്ല അല്ല അല്ല, വേറെ ഇത് വേറെ. ഇത് അതിന്റെ ആണോ? അല്ല അല്ലേ, അല്ല ഇതൊന്നും ഇന്ത്യൻ സ്പീഷീസ് അല്ല, ഇതെല്ലാം പുറത്താണ്. അത് ഗോവ കൺസ്ട്രക്ടറാണ്, കൊളംബിയ അമേരിക്ക കൊളംബിയ. ഹാംസ്റ്റർ ആണ് കേട്ടാ ഇത്. എനിക്ക് അത്രയും വലിയ ധാണിയൊന്നുമില്ല. പറയണ ഇവ കിട്ടുമെന്ന് എനിക്ക് അതേല്ലേ? എന്തിനേ നല്ല വില കേട്ടോ.
കോഴിയാടാ ഇത്? ഇവിടെ നോക്കണേ, അതിന് ഈ കോഴി ആവശ്യമില്ല. സുഖം തന്നെ നിനക്ക്. നിനക്ക് സുഖം തന്നെ. അവര് പോമറേനിയനല്ലേ? ഓ നോക്കിയാണ് സൂപ്പർ അല്ലേ? ശരിയാണ് നമ്മളെ ഫേവറേറ്റ്. നോക്കി ചിരിക്കണേ. അത് ചിക്കൻ ചിക്കിച്ചോ, ചിക്കൻ ചിക്കിച്ചോ, ചിക്കൻ കഴിക്കാനുള്ള എത്ര രൂപയാണെന്ന് പറഞ്ഞു സാധനം. എന്താ വേണ്ട, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് ഫോക്ക് ചെയ്യാതെ പറയാം. എടാ ഇതൊന്നും അതായിരിക്കില്ല. അമേരിക്കൻ സിൽക്ക്. എന്തിനാണ് സാധനം? അമേരിക്കൻ സിൽക്ക്. അമേരിക്കൻ സിൽക്ക്. ഇത് പല പ്ലസ് മറ്റേ അവൻ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഇത് പൊട്ടിട്ടില്ല, അതെല്ലാം രക്ഷപ്പെടണം. ഇതിന് കേം കുറച്ച് കേട്ടോ. ഗ്രേറ്റ് ഡേന് ഗ്രേറ്റ് ചെയ്യണോ ഇത്? അല്ലേ? കേം കുറച്ചത് അതാണ് കേട്ടോ. അല്ലേ, ഇത് ഗ്രേറ്റ് ഡേൻ. കേം കുറച്ച് അതാണ്. ഗ്രേറ്റ് ചെയ്യാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ ചെമ്മരി അടൊന്നും അല്ലതാ. ഓ അപ്പുറത്തിരിക്കുന്നു. അയ്യോ ഈ ഒരാൾ മതി. ഇതാണ് ഗ്രേറ്റ് ഡേ. വീട്ടിലാരും കയറി. നീ വരോ? ഞാൻ ഇതിനെ എടുക്കത്തില്ല. നീ എടുക്കാൻ ചെല്ലി ഇപ്പം തന്നെ പറ്റും. വട്ടം കേട്ടോ. പേടിയുണ്ടെന്നല്ലോ ഇപ്പം. നോക്കടാ, കാള. പശുവാ? ആ കാളയല്ലേ? കാളയാണടി മണ്ടി. തന്നെ വലിയ തൂങ്ങിക്കിടങ്ങണല്ലേ കാള. അല്ലെങ്കിൽ ആ ഇത് നോക്ക്, കാളയ്ക്ക് മാത്രമേ. ഇതാണ് കേം കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവനെ വാങ്ങും. ഞാൻ താമസിക്കടാ. ഇത്തിരി നോക്കടാ. നീ ഗജ കേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെല്ലുണ്ടോ? ഈച്ചയാണ് ചെല്ലമ്മ കാല് മുറിച്ചിരിക്കുന്നത്. കാല് മുറിച്ചിരിക്കുന്നത് അതിന് ടെററാവാതിരിക്കണം. ടെററാവാൻ വേണ്ടിയാണ് മാല് മുറിക്കുന്നത്. അല്ലേ കേട്ടാ? ടെററാവാതിരിക്കാൻ കഴുതയല്ലേ? കുതിര കഴുതയോ? കഴുത ഡോങ്കി. എനിക്ക് എടുത്ത് നിന്നെ കൊണ്ടുപോകാനാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ വിളിച്ച അല്ലേ? നീ വരും എൻ്റെ കൂടെ. അവിടെ 4 പേര് പോലെയാണ് അവരും വന്നത് എൻ്റെ അടുത്ത്. എൻ്റെ കൂടെ വരോടാ. കൈ കൊടുത്തു വെക്കും. മറ്റേ പട്ടിക്കുട്ടികളെ വേണം. ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണ. നീ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണ.
ചിരിച്ചു പോശിയേന് ചക്കര ചിരിച്ചു പോശിയേന്ന് ചിക്കു നമ്മളെ കൂടെ വരുന്നാണ് എനിക്ക് തോന്നുന്നു അല്ലേ? വിഷമിപ്പിക്കാതെ എനിക്ക് വിഷമം പറഞ്ഞു, പക്ഷെ എനിക്ക് വേണം വെച്ചിപ്പോ നീ മിണ്ടാതിരുന്നാ അഞ്ചാമത്തെ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാലും വരും അങ്ങനെയാണ് ഇത്രയും ദൂരം മതി. പാടെടുക്കണമോ അതിനെക്കാട്ടിക്കൊണ്ട് കുഴപ്പമില്ല. ഈ വേണമെങ്കിൽ എവിടെ ഉണ്ടായി കൊരങ്ങ് നീ എടുക്കണമെങ്കിൽ നീ എന്തൊക്കെ എടുക്കുന്നല്ലേ പറഞ്ഞത്. ഞാൻ എടുക്കാം വീഡിയോ. പാവ എന്നെ ശല്യം ചെയ്യണം അത് എനിക്ക് അയ്യോ ഭയങ്കര സ്നേഹം. ഇതിന്റെ അതില്ലേടാ അതിന്റെ അകത്തിരിക്കണ കേട്ടാ അകത്ത് കുഴിയകത്ത് മങ്കിയടി മങ്കിയാണ് പേരത് വാക്കളില്ല പോലെ പേരക്കാണെങ്കിൽ എടുത്ത് കൊടുക്കുക. തലേന്ന് പേരൊക്കെ ചൊറിച്ചൊക്കെ തരുവാ കേട്ടോ. നാളെ താരം ഇതൊക്കെ വരണം കേട്ടോ. അയ്യോ നല്ല കളറുണ്ട്. ഫോട്ടോ എടുത്ത് തന്നെ തന്നെ കേറി ഗോൾഡ് ഫിഷ് ക്രാപ്പ് 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 ഇതിലെ കിയൊക്കെയാണ് അപ്പൊ ക്രാപ്പ് എന്ന് എന്തിനാ പറയില്ലത്. കൊള്ളാല്ലേ കൊറേ പോയി കുഞ്ഞു നിന്നിക്കണായി പോടാ നേട്ടാ ആളെ ഇവിടെ നിൽക്കും ഇവിടെ പേരെന്താ ചോദിച്ചേക്കടാ. അല്ലാതെ പേരുണ്ടതിന് ഓ ഇതാണ് നേരത്തെ ഇവിടെ ചുരുക്കിന്റെ അവിടെ ഇങ്ങനെ ഇരുന്നത്. അങ്ങനെ വരും വരും ഇങ്ങോട്ട് വെച്ചെടുക്കാം അപ്പൊ നടന്ന് ഇനി വരും. സ്ലൈഡ് ചെയ്ത് സ്ലൈഡൊക്കെ ചെയ്ത് നീ അതി നിനക്ക് ഇതിനെ കഴിച്ചപ്പോ ക്ഷീണിച്ചിരിക്കും പോയത് ഇങ്ങനെ കണ്ടത് കേട്ടാ ഈ പറഞ്ഞാൽ എനിക്കോട് ആഹാരം
നീ വരെ ചെയ്യടാ. അങ്ങോട്ടൊക്കെ വെച്ച് കൈ പൊക്കി വിടി. അത് വേണ്ട ദേഹത്തോട് ഇങ്ങനെയൊക്കെ വരും. പച്ച എടുത്ത് നീ എടുത്ത് ഇതിന്റെ കൈ തരേ. ഇല്ല വെച്ച് നാക്ക് പേടി അരവില്ല ആരുടെ കയ്യിലോട്ട്. ആഹാരം വയ്ക്കരുത്. വാച്ചാണ് എടുത്തെന്ന് വേണം. നീ ഒരു മൊയില് ഓടിപ്പോയി എന്താ ഇത്? അമ്മോ ഞാനിവിടെ മരമായ ഇതിലേക്ക് കടിക്കുന്നു. എടാ അവന് മാല മതി കേട്ടാ. കടിച്ചാ ഇവിടെ ഒരാള് വാച്ച് തിന്നോണ്ടിരിക്കണ്, മറ്റൊരാള് മാല തിന്നോണ്ടിരിക്കണ്. ഇല്ലടാ തിന്നടാ മാല എടുക്കാൻ പറ. അത് കടിക്കണം നമ്മള്. കടിക്കണടാ കടിക്കരുത്. അമ്മോ എങ്ങനെയുണ്ടായിരുന്നു പാമ്പ്? എനിക്ക് വിഷമം. അതെന്ത് വിഷമം? ഒരു പപ്പീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇവ എടുക്കാൻ സമ്മതിക്കില്ല. അതാണെങ്കിൽ എന്റെ അടുത്ത് അതിനെ കരുത്തിൽ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. വീട്ടിൽ കൊണ്ടുപോകണം എനിക്ക്. വീട്ടിൽ കൊണ്ടുപോയ പിന്നെ അതിനൊക്കെ എല്ലാം ബാക്കിയുള്ള കാര്യം നോക്കും. അത് ഞാൻ നോക്കും. ഓ നീ നോക്കിയതല്ലേ, നിനക്ക് വൈകില്ല. എനിക്കത് ഭയങ്കര വിഷമം. സംഭവം അതാണെങ്കിൽ എന്റെ അടുത്ത് വരാനൊക്കെ നോക്കി നിന്നല്ലേ. സൗണ്ട് കിട്ടുമെന്ന് അറിയട്ടെ. ഇത്ര അടുത്ത് വരാൻ വേണ്ടി നോക്കി നിന്ന് എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പനന് ഇങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഭയങ്കര സങ്കടം. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയുള്ള മാളും പാമ്പിനെടുത്ത് ഇഗ്വാന അല്ല ഇഗ്വാന എടുക്കായിരുന്നു കേട്ടാ. പിന്നെ മറ്റെന്തോ മെക്കാവിനെ എടുക്കാവോ. അവളെ എന്തിനൊക്കെ എടുത്തു. അതിനെ പാമ്പിനെ വീഴ്ക്കാൻ വരെ അവള് പോകും. അതിന് എന്നിട്ട് സൂപ്പർ ഒന്ന് പാമ്പ്. ഞാൻ വിചാരിച്ചു അയ്യോ ഇവ ഞാൻ വിചാരിച്ചേക്കാളും പേടിത്തോണ്ടേ. ഞാൻ പേടിത്തോണ്ടല്ലോ. എന്നിട്ട് പറയും എടി വെച്ച് നീ എടുത്തി സൂപ്പർ ആണെന്ന്. അവൻ എടുക്കൂല, കാരണം അവന് പേടി. മസ്റ്റ് വിസിറ്റ് ആണല്ലേ, മസ്റ്റ് വിസിറ്റ് ആണ്. ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റും. പെറ്റ്സ് കാണാനോ അല്ലെങ്കിൽ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്ലേസ് മസ്റ്റ് വിസിറ്റ് ആണ്. മസ്റ്റ് വിസിറ്റ് ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് എടുക്കാനൊക്കെ പറ്റും. ചിലതൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ അപ്പം വരും വിഷമം. ആ പപ്പിക്കുട്ടീനെ കാണുമ്പോൾ മാത്രമേ നമുക്ക് വിഷമം വരുള്ളൂ. കാരണം നമ്മളടുത്തത് വരും ഭയങ്കരമായിട്ട്.
അറ്റാച്ച്ഡ് ആവും പെട്ടെന്ന്. പിന്നെ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഞാൻ പക്ഷെ സത്യം പറഞ്ഞ പാമ്പിനെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പേടി വരും കേട്ടോ. പക്ഷെ ഇങ്ങനെ അനങ്ങുമ്പത്തേക്കും കുറച്ച് പേടി വരും. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്ര പേടി അങ്ങനെ വരും. അത് കാണാൻ ചിരിച്ചോണ്ടാണ് അവളതിരുന്നത് തന്നെയാണ് വീഡിയോയിൽ. പേടിയല്ല, അത് അനങ്ങുമ്പത്തേക്ക് മാത്രമേ ഉള്ളൂ. ഫൈനലി നമ്മളാ വീട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഫുൾ ക്ഷീണതായിട്ടുണ്ട്. അമ്മ വാ, അമ്മ വരണ്ട. ഇനി മാളുവിനെ നമ്മൾ മാളു തന്നെ വിളിക്കാവുന്നത്. പാമ്പാട്ടി മാളു എന്ന് വിളിക്കണം. മാളു പാമ്പിന്റെ അടുത്തമ്മ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാമ്പ. ഇത് വെച്ച അമ്മയുടെ റിയാക്ഷൻ അത് വേണം ആദ്യം കിട്ട്. ഒറിജിനൽ പാമ്പ് മറ്റേ ശിവനെ പോലെ അവളിങ്ങനെ വച്ച അത് ഉമ്മയൊക്കെ വെച്ച് അജി ഉമ്മ വെച്ച സത്യമായിട്ടും വീഡിയോ കണ്ട് എന്തായിരിക്കും. വീഡിയോ അമ്മയ്ക്ക് കാണിച്ചു തരാം. അമ്മ ഞാൻ എന്റെ സത്യം പറഞ്ഞാൽ എന്റെ പല പകച്ചു പോയി അത് കണ്ടത്. ഇത്രയും നീളമുണ്ട് ആ പാമ്പ്. ആ പാമ്പിനെ അവള് ഇവിടെ ഇങ്ങനെ പിടിച്ച് അവള് എങ്ങനെ പിടിച്ച് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ അവള് ഇനി എടുക്കാത്ത സാധനങ്ങളില്ല. ഒരു ഇക്വനെ മാത്രം എടുത്തില്ല, ബാക്കി എല്ലാം അവളെ എടുത്ത്. ഒത്തിരി വേറെ ഒരു സാധനം ഫെറിറ്റ് എന്ന് പറഞ്ഞ ഒരു എലിയാ. അത് എന്തിനാണ്? ഒരു തരം സാധനം, എന്തിനും ഒരു തരം സാധനം. അത് ഇങ്ങനെ ഇങ്ങനെ വച്ച് പിന്നെ ഒരു മക്കാവിനെ അവൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കിളീനെ ഇവിടെ എടുത്ത് കിളീനെ ചെയ്ത് പിന്നെ അവള് വേറെ കിളി എന്റെ ചേട്ടന്റെ ചെയിന് കടിച്ചെടുക്കാൻ വേണ്ടി പോയി. കിളി അവന്റെ ചെയിനില് ഇങ്ങനെ കിളിയുള്ളപ്പോണ്ട് അത് പിന്നെ എല്ലാവരും ഇവൻ പാമ്പ് എടുത്തത് എങ്ങനെയാന്ന് അറിയുമോ? അയ്യോ ഒന്ന് പെട്ടെന്ന് എടുക്കോ പാമ്പ്, എനിക്ക് വേണ്ടത്. അത് സംഭവം ഇവന് പേടിയുണ്ട്. ഇവൻ ഒറ്റ സെക്കൻഡ് ഇവള് അരമണിക്കൂറിട്ട് പാമ്പിന്റെ അടുത്ത് കളിച്ചളിച്ചോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ല. അവൾ അതിന്റെ അടുത്ത് അവിടെ നിൽക്കുന്നു. അപ്പൊ അതിങ്ങനെ പാമ്പിനെ പിടിച്ചു വെച്ച് അത് പാലിന്റെ കൂടെ പോണേ. എന്നിട്ട് ആ പാമ്പ് ഇങ്ങനെയാണ് അവളെ കൂടെ ഇരുന്നത്. ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം ആ പാമ്പ്. ഉമ്മ കൊടുക്കണം. കുളിക്ക് മാളുമ്പോ മിണ്ടായി. അതുകൊണ്ട് ഇന്നമ്മ മാളില് പാമ്പാട്ടി മാളു എന്നാണ് മാളുവിന്റെ പുതിയ പേര്. പാമ്പാട്ടി മാളു എനിക്ക് തരാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട. ഞാൻ അവിടെ എനിക്ക് അറിഞ്ഞു കൊലവിളിയുണ്ട്. അങ്ങനെ അത് കുഴപ്പമില്ല. അടുത്തോട്ട് അമ്മയെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞില്ല. പുതിയ പട്ടിക്കുട്ടി നമ്മൾ പുതിയ പട്ടിക്കുട്ടി വാങ്ങിച്ചിരിക്കുകയാണ്. താഴെ വെച്ചിരിക്കുകയാണ്. അത് ടോയ് ഫോം പറയാനാണ്. 10,000 രൂപ ഡെസ്റ്റിനെക്കാട്ടിലും കുഞ്ഞ്. അതെന്തെന്നറിയാമോ? സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്റെ കൈ ഇങ്ങനെ പിടിച്ചത്. നിന്നെ വിളിച്ചപ്പോ നീ പട്ടി വന്നിട്ട് അതാണ് മാളു പിടിച്ചാടി. ഇതിനെ പിടിച്ചിട്ട് കണ്ണിന്നൊക്കെ വെള്ളം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം. അപ്പൊ എന്റെ മനസ്സങ്ങാടി പോയി. ഇവിടെ തന്നെ ഇതിനെ നോക്കണി. അതാണ് ഇങ്ങനെ എന്റെ ദേഹം മൊത്തം കാണിച്ചത്. ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പക്ഷെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചുമ്മാ നമ്മള് ലിയോ വാങ്ങിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങുമല്ലോ. ഞാൻ കരച്ചിലായിരുന്നു. നല്ല ഏട്ടാ അവിടെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് ലിയോ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഏട്ടൻ പറഞ്ഞ് ഒന്നാലും നമുക്ക് സ്ഥലം കൊടുക്കാനൊന്നും പോണില്ല. നമുക്ക് താഴത്തെ നിലയില്ല, മുഖത്തെ നില മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ മുഖത്തെ നിലയിൽ തന്നെ 4 പിള്ളേരെ വളർത്തുന്നത് അല്ല, 5ാമതും കൂടെ ആയാൽ ഭയങ്കര ഇമ്പോസിബിൾ ആണ്. ഇപ്പൊ നമ്മൾ പോസിബിൾ നിങ്ങൾ നോക്കില്ലേ എന്റെ നിങ്ങൾ പോയപ്പോഴേ നീ മനസ്സിലായി എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയണമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫുൾ വീടും കോമ്പൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ട് ഞാൻ പിന്നെ പൈസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വാങ്ങും. നല്ല ഏട്ടാ എന്റെ മനസ്സിപ്പോഴും ലിയോ പൈസ ഉണ്ടെങ്കിലും പട്ടയൊന്നും ഞാൻ വാങ്ങും. ഞാൻ കെയിൻ കുറച്ചോനെ വാങ്ങും, റേഡിയനെ വാങ്ങും, എല്ലാത്തിനെയും വാങ്ങും. എനിക്ക് വാങ്ങുന്നതിന് മുമ്പ് ഇവരെ നോക്കാൻ വേണ്ടി ഒരാളെ കൂടെ നിർത്തും. ആളെ നിർത്തണം. ആളെ നിർത്തിയിട്ടാണ് വാങ്ങിയത്. നിർത്തും. അപ്പൊ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പാമ്പാട്ടി മാളു ബ്ലൂം അടിച്ച പാമ്പാട്ടി മാളു ബ്ലൂ